നമ്മൾ ഇതിന്റെ ചരിത്രം കണക്കുകൾ പിന്നിലോട്ടൊന്ന് ഓടിച്ചു നോക്കിയാൽ രാജഗോപാൽ ആദ്യമായി BJPക്ക് വേണ്ടി ഒരു അക്കൗണ്ട് തുറക്കുമ്പോൾ അത് കോൺഗ്രസിന്റെ കൂടി വോട്ടുകൾ സമാഹരിച്ചുകൊണ്ടാണെന്നുള്ളത് LDFന്റെ വലിയ ആരോപണം തന്നെയായിരുന്നു. കണക്കുകൾ നോക്കിയാൽ അത് ബോധ്യപ്പെടും. കാരണം അതിനുശേഷം K മുരളീധരൻ UDFന് വേണ്ടി നേടിയിട്ടുള്ള വോട്ടുകൾ നമുക്കറിയാം. മാത്രമല്ല 2016 അതായത് രാജഗോപാൽ ജയിക്കുമ്പോൾ സുരേന്ദ്രൻപിള്ള നേടിയിട്ടുള്ള UDFന്റെ വോട്ടുകൾ നമുക്കറിയാം. അപ്പോൾ കോൺഗ്രസ് അവിടെ ആ മണ്ഡലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, അതിൽ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അതെങ്ങനെ പ്രതിഫലിക്കും? അല്ല, ജിഷ്ണു പറഞ്ഞ ആ ഒരു പോയിന്റോട് ഞാൻ ആ അർത്ഥത്തിൽ യോജിക്കുകയാണ്. കാരണം അവിടെ CPM ഒറ്റയ്ക്കാണ് അക്കൗണ്ട് കൂട്ടിയെന്നുള്ള അഭിപ്രായം വ്യക്തിപരമായിട്ട് എനിക്കുമില്ല. പക്ഷേ അവിടെ അക്കൗണ്ട് BJP തുറന്നത് എങ്ങനെയാണെന്നുള്ളൊരു ചോദ്യം അപ്പോൾ പ്രസക്തമാവുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേമം മണ്ഡലത്തിൻ്റെ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞതുപോലെ നേമത്തിൻ്റെ ഒരു മണ്ഡല പുനർനിർണയത്തിന് ശേഷം വന്നൊരു നിയമം, ആ നിയമത്തെ പഠിക്കാൻ കോൺഗ്രസ് ഒട്ടും തയ്യാറായില്ല എന്നുള്ളൊരു സൂചനയാണ് ആ 2011 തെരഞ്ഞെടുപ്പിൽ. അതായത് 2006 ശക്തനെ പോലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് 60,000 വോട്ടോളം സമാഹരിച്ച് നേമത്ത് വിജയിച്ചതാണ് 2006 ഇലക്ഷനിൽ. ആ ഇലക്ഷനിൽ BJPക്ക് കിട്ടിയത് ഒരു 6,000 വോട്ടാണ്. അതിനുശേഷമാണ് മണ്ഡല പുനർനിർണയം നടക്കുന്നതും ഈ മണ്ഡലത്തിൻ്റെ സ്വഭാവം മാറിയെന്ന് തിരിച്ചറിയാൻ ശേഷിയില്ലാത്തത് കൊണ്ടോ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടോ എന്തായി കഴിഞ്ഞാലും ശരി, LDF വിട്ടെത്തിയ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിയുടെ ആൾക്ക് അവിടെ സീറ്റ് കൊടുക്കുന്നു. ചാലുവാർ രവി അവിടെ മത്സരിക്കുന്നു. ചാലുവാർ രവി മത്സരിക്കുമ്പം ഈ വോട്ട് 60,000 വോട്ടെന്നുള്ളത് ഒറ്റയടിക്ക് 20,000 വോട്ടായിട്ട് ചുരുങ്ങുകയാണ്. അവിടെയാണ് ആദ്യമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ രാജഗോപാൽ 43,000 വോട്ടങ്ങാണ്ട് നേടിയിട്ട് 2ാം സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ ഓക്കെ, 6,000 വോട്ട് നേടിയ ഒരു പാർട്ടി 43,000 വോട്ട് നേടിയെന്ന് ഞങ്ങൾ ചിന്തിക്കില്ലായിരുന്നു ന്യായം പറയാം. പക്ഷെ അടുത്ത ഇലക്ഷനിൽ, അതായത് രാജഗോപാൽ ജയിച്ച 2016 തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു രാഷ്ട്രീയ ജാഗ്രത കോൺഗ്രസ് കൃത്യമായി കാണിക്കേണ്ടിയിരുന്നു. മണ്ഡലത്തിൻ്റെ സ്വഭാവം മനസ്സിലായവർക്ക് BJP വോട്ട് സമാഹരിച്ചെന്ന് മനസ്സിലായി. ആ ഘട്ടത്തിൽ പോലും ഒരു രാഷ്ട്രീയ ജാഗ്രത കാണിക്കാതെ കോൺഗ്രസ് പിന്നെയും സുരേന്ദ്രപിള്ളയെ പോലെ ഒരാളെ അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അത് കോൺഗ്രസിന് പറ്റിയ വലിയ പാളിച്ചയാണ്. കോൺഗ്രസ് ആ ഒരു പാളിച്ചയാണ് ആ തെരഞ്ഞെടുപ്പിൽ രാജഗോപാൽ മുതലെടുത്തത്. അതിനുശേഷം സ്വാഭാവികമായിട്ട് 2020 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളം ഏറ്റവും ഗൗരവത്തോടെ ഉറ്റുനോക്കിയ മണ്ഡലമാണ് നിയമം. കാരണം എന്താണ്, BJPയുടെ കയ്യിലിരിക്കുന്ന ഒരു മണ്ഡലം. ഇനി അത് BJP അവിടെ വീണ്ടും ജയിക്കുമോ, BJP ജയിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇത്തരത്തിൽ വളരെ സജീവമായ ചർച്ച ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കേരളത്തിലുണ്ടായിരുന്നു. നമുക്കറിയാം, ഉമ്മൻചാണ്ടി പോലും നേമത്ത് മത്സരിക്കുന്ന രീതിക്ക് ചർച്ചകൾ ആ ഘട്ടത്തിലുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയാണ് നേമത്ത് സ്ഥാനാർത്ഥി, ഉമ്മൻചാണ്ടി 2 മണ്ഡലത്തിൽ മത്സരിക്കും, പുതുപ്പള്ളിയിലും നേമത്തും മത്സരിക്കും തുടങ്ങിയ വളരെ ഗൗരവമായ ചർച്ച. അതായത് ഈ ഇലക്ഷന് മുമ്പ് തന്നെ കോൺഗ്രസ് ആ അർത്ഥത്തിൽ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിയില്ലെങ്കിൽ അതിൻ്റെ ഒരു പാപഭാരം ഞങ്ങളെ പിന്തുടരും എന്നുള്ളൊരു തിരിച്ചറിവ് കോൺഗ്രസിന് 2021 വന്നിട്ടുണ്ട്. അത് ആ അർത്ഥത്തിൽ ഇഷ്ടം പറഞ്ഞാൽ ആ അർത്ഥത്തിൽ അംഗീകരിക്കുന്നു. അങ്ങനെയാണ് വളരെ സമുന്നതനായ നേതാവ് എന്നുള്ള രീതിക്ക് K മുരളീധരൻ അവിടെ മത്സരിക്കാൻ വരുന്നതും അവിടുത്തെ ഒരു മത്സര ചിത്രത്തിനകത്തേക്ക് ഒരു ത്രികോണ മത്സരത്തിൻ്റെ വീറും വാശിയും നിറയുകയും ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അവിടെ K മുരളീധരൻ 36,000 സംതിങ് വോട്ടാണ് നേടിയത്. അതായത് 13,000 വോട്ട് സുരേന്ദ്രപിള്ള നേടിയെടുത്തുനിന്ന് ആണ് 36,000 വർദ്ധിപ്പിക്കുന്നത്. പക്ഷേ അപ്പം നേരത്തെ പറഞ്ഞതുപോലെ കണക്കിനൊരു പ്രശ്നമുണ്ട്. 67,000 വോട്ട് ആർക്കുണ്ടായിരുന്നു? BJPക്ക് ഉണ്ടായിരുന്നു. മണ്ഡല പുനർനിർണയത്തിന് മുമ്പ് ഇല്ല. 2016 തെരഞ്ഞെടുപ്പിൽ 67,000 വോട്ട് ആര് നേടിയിട്ടുണ്ട്? രാജഗോപാൽ നേടിയിട്ടുണ്ട്. അത് 2021 എന്തായി? 51 ചുരുങ്ങി. അതായത് BJPയുടെ അത്ര വോട്ട് കുറഞ്ഞു. അപ്പം ഈ വോട്ട് ആക്ച്വലി ആരുടെ വോട്ടാണെന്ന് നമ്മൾ അവിടെ നിന്ന് തിരിച്ചറിഞ്ഞാൽ മതി. അപ്പോൾ അത് കോൺഗ്രസ് കഴിഞ്ഞ ഇലക്ഷൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അതേ അർത്ഥത്തിൽ കോൺഗ്രസ് ഈ ഇലക്ഷനെ സമീപിക്കുന്നില്ല എന്നുള്ളൊരു വിമർശനമുണ്ട്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ഇലക്ഷൻ്റെ ഈ 2021 ഇലക്ഷൻ്റെ അരങ്ങുണരണ സമയത്ത് തന്നെ നേമത്ത് ശക്തനായ സ്ഥാനാർത്ഥി ഉമ്മൻചാണ്ടിയെ പോലെ ഒരാളുടെ പേരാണ് പറഞ്ഞു കേട്ടത്. നമ്മൾ ഇപ്രാവശ്യം അവിടെ രമേശ് ചെന്നിത്തലയുടെ പേര് കേൾക്കുന്നില്ല, VD സതീശൻ്റെ പേര് കേൾക്കുന്നില്ല. വേണമെങ്കിൽ നമുക്ക് അവിടെ പറഞ്ഞു KC വേണുഗോപാലിൻ്റെ പേര് പറയാം, അത് നമ്മൾ കേൾക്കുന്നില്ല. VD സതീശൻ വന്നോട്ടെ എന്ന് സ്വാഗതം ചെയ്തിട്ടുണ്ട്. ആര് സ്വാഗതം ചെയ്താലും ഇല്ലെങ്കിലും കോൺഗ്രസ് സർക്കിളിൽ പോലും അത്തരം ഒരു പേര് ചർച്ചയ്ക്ക് വരുന്നില്ല. ഒരു യുവനേതാവ് നെമഷജീറിനെ കുറച്ച് കാണുന്നില്ല. നെമഷജീർ ആ പ്രദേശത്തുള്ളൊരു യുവ നേതാവാണ്. അപ്പോൾ പോലും ഒരു ഐക്കൺ എന്നുള്ള രീതിക്ക് ഒരു നേതാവിൻ്റെ പേര് കോൺഗ്രസ് ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നുള്ളത് വളരെ ഗുരുതരമായൊരു വിഷയമാണ്. അത് കോൺഗ്രസ് അഡ്രസ്സ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ എന്താണോ ആഗ്രഹിക്കണേ ആ സ്ഥലത്തേക്ക് വഴുതി മാറാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് മത്സരിച്ചത്. നേമത്ത് ഏകദേശം 22,126 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് രാജീവ് ചന്ദ്രശേഖർ നിലവിലുള്ളത്. അദ്ദേഹത്തെ ഭ്രമിപ്പിക്കേണ്ടത് ഒരുപക്ഷെ അതായിരിക്കും. അപ്പം ആ ഭ്രമത്തെ മാറ്റിമറിക്കാൻ ശിവൻകുട്ടിക്ക് ഒറ്റയ്ക്ക് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ശക്തമായൊരു മത്സരം അവിടെ കാഴ്ചവെച്ചാൽ മാത്രമാണ് രാജീവ് ചന്ദ്രശേഖറിന് അദ്ദേഹം ആഗ്രഹിക്കണ ഒരു അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെ ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെ അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി BJPയുടെ കൈയിട്ട് നിയമം പോകാതിരിക്കുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നത്.